അവൻ സകലവും ഭംഗിയായി ചെയ്തു, നിത്യതയും അവൻ്റെ ഉള്ളിൽ വെച്ചിരിക്കും. ദൈവം എല്ലാം ഭംഗിയായിട്ട് മാത്രമേ ചെയ്യും. അതുകൊണ്ടാണ് ഓരോ ദിവസത്തെയും സൃഷ്ടിക്ക് ശേഷം കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് എനിക്കൊന്ന് മലബാർ, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലയിലുള്ള നമ്മുടെ എല്ലാ യൂത്ത് അൺലിമിറ്റഡ് കുട്ടികളുടെയും ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് അവിടെ വെച്ച് വൈയുവിൻ്റെ ഒരു സ്പെഷ്യൽ ടൂർ പ്രോഗ്രാമായിട്ട് നെഹമായ ആൻഡ് ടീം ഇന്ന് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായമാണെങ്കിൽ സമയം വൈകിട്ടില്ല, ഇപ്പം തന്നെ നേരെ അങ്ങ് പോവുക, മീറ്റിങ്ങിലേക്ക് പോവുക, പങ്കെടുക്കുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകാൻ പോവുകയാണ്. നമ്മുടെ വൈയു കോൺഫറൻസ്, ഈ വർഷത്തെ വൈയു കോൺഫറൻസ് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് നൽകിയിട്ടുണ്ട്. ദയവായി ഈ സമയത്ത് സ്ക്രീനിൽ കാണുന്ന അതെല്ലാം നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. കാരണം ഈ വർഷത്തെ കോൺഫറൻസിൽ കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മുടെ യൗവനക്കാരുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമായ തലത്തിലേക്ക്, ഭാവിയിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് കൊണ്ട് എത്തിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ പ്ലാനിന് കൈകോർക്കാൻ, അതിന് യെസ് ആൻഡ് എയ്മേൻ പറയാൻ മാതാപിതാക്കളുണ്ട്. കർത്താവിനോടൊപ്പം കൈകോർത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുക ഈ മീറ്റിങ്ങിലേക്ക്. ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ 32ാമത്തെ ദിവസമാണ്. 52 ദിവസത്തെ പ്രാർത്ഥനയിലെ 32ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇതൊരു ജൈത്രയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ 52 ദിവസത്തിനകത്ത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞിരിക്കുക. അത് നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരുടെ ഒരു ഹാലലുയ കേൾക്കട്ടെ. ഉച്ചയ്ക്ക് നടക്കുന്ന ഞങ്ങളുടെ മിഡ് ഡേ ഫയർ മീറ്റിങ്ങിലേക്ക് ദയവായി പങ്കെടുക്കുക. അതൊരു വലിയ അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഓഗസ്റ്റ് 15-ാം തീയതി ഈ ഒരു 52 ദിവസത്തെ പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ഡേ കൂടെ വരികയാണ്. നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചസും ഇവിടെ വന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു മീറ്റിംഗ് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറായിട്ട്, അതായത് വെള്ളി, ശനി, ഞായർ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറായിട്ട് ഞങ്ങളിവിടെ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കൂടെ ഈ ഒരു പ്രെയറിൽ പങ്കെടുക്കാൻ, അതുപോലെ ഫാസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ കൂടെ പങ്കുചേരുക. കൊച്ചിയിൽ ഇഷ്ടംമാരെ ഹോട്ടൽസും അതുപോലെ തന്നെ ധാരാളം ഡോമിറ്ററികളും എല്ലാ സൗകര്യങ്ങളും കൊച്ചിയിലുണ്ട്. നേരിട്ട് നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യുക, കടന്നു വരിക. ഒരു വലിയ അനുഗ്രഹം കർത്താവ് ഈ മീറ്റിങ്ങിലുടനീളം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെയാണ് ഇതിൻ്റെ പ്രീച്ചേഴ്സ്, മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. കാരണം ഇത് അതിശക്തമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. യെസ്, ഈ മാസം ഓഗസ്റ്റ് മാസം 21 വരെ നീണ്ടു നിൽക്കുന്ന ഈ 52 ദിവസത്തെ പ്രാർത്ഥനയിൽ ഭാഗവാക്കാകുവാൻ എല്ലാവരെയും ഞാൻ സ്നേഹപുരസരം പ്രത്യേകിച്ച് ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ശനിയാഴ്ച, അതായത് ഇന്നൊരു ശനിയാഴ്ചയാണെങ്കിൽ അടുത്ത ശനിയാഴ്ച വർക്കലയിൽ വെച്ചിട്ടൊരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മീറ്റിംഗ് കൂടെ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു. ദൈവം ഇതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവ് മകളുടെ ജോലിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായതിന് നന്ദി പറയുന്നു. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ ആ രോഗശാന്തി ശരീരത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മളൊരു സന്ദേശം, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഈ മാസത്തിലെ, എനിക്ക് തോന്നുന്നു പുതിയൊരു സന്ദേശത്തിലേക്കാണ് അല്ലേ, ഓഗസ്റ്റ് മാസത്തിലെ ശക്തമേറിയ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഒരു അനൗൺസ്മെൻറ്റ് കൂടെ. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിൽ സ്പെഷ്യലായിട്ട് ആരാധന നടക്കുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ആരാധന പങ്കെടുക്കണം. പഴയ കോവിഡ് സീസണിലൊക്കെ വീട്ടിലിരുന്നൊക്കെ നമ്മൾ പല ആരാധനകളൊക്കെ പങ്കെടുക്കുന്നവരായിരുന്നുവെങ്കിലും ഇനി അതൊക്കെ മാറിയിട്ട് കർത്താവിന് വേണ്ടിയിട്ട് നെഞ്ചും നെറ്റിയും കൊടുക്കാവുന്ന തലത്തിലേക്ക് ധീരതയോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, ആരാധനയ്ക്ക് കടന്നു വരിക. ഞായറാഴ്ച ദിവസങ്ങളിൽ പലരെയും പുറത്ത് കാണാനില്ല എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. പണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു ആളുകൾ പ്രാർത്ഥനയ്ക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. സഭകൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വീടുകളിലിരിക്കാതെ ധൈര്യമായിട്ട് പുറത്തോട്ട് വരിക. അത് മറ്റൊരു സമൂഹത്തിന് അല്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃകയാണ്.
ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളത് കാണിച്ചു കൊടുക്കണം. ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ആ മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളെയും പ്രായമുള്ളവരെയും ഒക്കെ ആ മാതൃക കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നാളെ നിങ്ങളുടെ അടുത്തുള്ള ബ്ലെസ്സിംഗ് ടുഡേ സഭയിലേക്ക് എത്തിച്ചേരുക. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഇന്ന് ഈ ആഴ്ചയുടെ അവസാന ദിവസവും ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ദിനവുമാണ്. സോ വെൽക്കം ടു ഓഗസ്റ്റ്, ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സലൻസ്. വാ അസാധാരണമായ, പ്രകൃത്യാതീതമായ, അമാനുഷികമായ ഉത്കൃഷ്ടതയുടെ മികവിൻ്റെ മാസമാണ്. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഞാനാ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ഒരു ഉത്കൃഷ്ടത, അങ്ങനെ പറഞ്ഞ് മനസ്സിലാവും, ഒരു മികവ്, ഒരു ശ്രേഷ്ഠത തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ പ്രഖ്യാപനവുമായിട്ടാണ് ഈ മോർണിംഗ് ഗ്ലോറി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ആർ യു റെഡി? ആർ യു ഇൻട്രസ്റ്റഡ്? ഇന്ന് ഓഗസ്റ്റ് 1 ശനിയാഴ്ച. ഫോക്കസ് വേർഡൊന്ന് നോക്കാമോ? നിങ്ങളുടെ ഡിവോഷൻ ഡയറിയൊക്കെ ഒന്ന് തുറന്നു വെച്ച്, ഞാൻ അടച്ചു വെച്ചേക്കാം, പക്ഷേ നിങ്ങൾ തുറന്നു വയ്ക്കണം. സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, ഉത്കൃഷ്ടതയുടെ ആത്മാവ്, മികവിൻ്റെ ആത്മാവ്, ശ്രേഷ്ഠതയുടെ ആത്മാവ്. ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കാണുന്നവരല്ല, നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും, ലൈവ് ആയിരുന്നാലും റീപ്ലേ ആയിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണേലും എപ്പോഴാണിത് കാണുന്നത്, അപ്പോൾ നിങ്ങളുടെ ഇത് കണ്ടു എന്നതിൻ്റെ തെളിവായി ഈ ഫോക്കസ് വേർഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, ഉത്കൃഷ്ടതയുടെ ആത്മാവ് അല്ലെങ്കിൽ ശ്രേഷ്ഠതയുടെ ആത്മാവ്. ഇന്നത്തെ ഫോക്കസ് വേർഡ്സ് നോക്കാമോ? എനിക്ക് പണ്ട് തുടങ്ങി, ചെറുപ്പമായിരുന്ന കാലം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമാണ് ഡാനിയൽ ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 3. Then this Daniel was preferred above the presidents and princes because an excellent spirit was in him. ദാനിയേൽ മറ്റുള്ള എല്ലാ പ്രഭുക്കന്മാരെക്കാളും ഒക്കെ ശ്രേഷ്ഠനായിരുന്നതുകൊണ്ട്, അഥവാ ഒരു ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട്, അങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷൻ കാണുന്നത്. എന്നാൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും, ബിക്കോസ് ആൻ എക്സലൻറ്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. കാരണം ഉത്കൃഷ്ടതയുള്ളൊരു ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നു, അഥവാ അവനിൽ വസിച്ചിരുന്നു എന്ന് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഡെക്ലറേഷൻ നോക്കാമോ? ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് റെസ്റ്റ് ഓൺ മീ ടുഡേ. ഉത്കൃഷ്ടതയുടെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. മൈ ലൈഫ് റിഫ്ലെക്ട്സ് ഓർഡർ, വിസ്ഡം ആൻഡ് ഗ്രേസ്. അതിനാൽ എൻ്റെ ജീവിതം പ്രതിഫലിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ക്രമം, ജ്ഞാനം, കൃപ. ഇതൊക്കെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആ ഭാഗം പോസ് ചെയ്ത് ഈ പ്രഖ്യാപനം പലവട്ടം നിങ്ങളുടെ വാ കൊണ്ട്, നാവ് കൊണ്ട് ഉറക്കെ വിളിച്ചു പറയുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്നത്തെ പേജിൽ നിന്നെടുത്ത് വായിച്ച് അതിൻ്റെ ബോക്സുകളിൽ ടിക്ക് ചെയ്യുക. സ്പിരിറ്റ് ഓഫ് എക്സലൻസ്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങ് ടൈപ്പ് ചെയ്യുക. എവിടെ ടൈപ്പ് ചെയ്യണം? യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എല്ലാ ദിവസവും ബ്രദർ എന്ന് പറയുന്നത് ഇത് എവിടെ കണ്ടുപിടിക്കും? ഏതെങ്കിലും പിള്ളേരോട് ചോദിച്ചാൽ മതി. പ്രായം കുറഞ്ഞ ആരോടെങ്കിലും ചോദിച്ചാൽ, ഇത് പരിചയമുള്ളവരോട് ചോദിച്ചാൽ കാണിച്ചു തരും. ഒരു പ്രാവശ്യം കണ്ടാൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്പർ 1, എക്സലൻസ് ബിഗിൻസ് ഇൻ ദ സ്പിരിറ്റ് ബിഫോർ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ വർക്ക്. നമ്മുടെ ജോലിയിൽ, വേലയിൽ ശ്രേഷ്ഠത വെളിപ്പെടുന്നതിന് മുൻപ് ഈ ശ്രേഷ്ഠത നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുന്നു. വാവ്! എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഡാനിയൽ വാസ് നോട്ട് പ്രൊമോട്ടഡ് മിയർലി ബിക്കോസ് ഹി വാസ് ടാലൻറ്റഡ്. കുറേ കഴിവുകളുള്ളവനായിരുന്നു, നല്ല കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല, ആ രീതിയിലല്ല ഈ ഡാനിയലിന് പ്രൊമോഷൻ ലഭിച്ചത്. അതിൻ്റെ കഴിവ് കണ്ടിട്ടല്ല. ബൈബിൾ പറയുന്നു ആൻ എക്സലൻറ്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. തന്നിൽ വസിച്ചിരുന്ന ശ്രേഷ്ഠതയുടെ, ഉത്കൃഷ്ടതയുടെ ഒരാത്മാവുണ്ടായിരുന്നു.
ബിഫോർ എക്സലൻസ് അപ്പിയർഡ് ഇൻ ഹിസ് അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് എക്സിസ്റ്റഡ് ഇൻ ഹിസ് ക്യാരക്ടർ. അഥവാ താൻ അന്ന് പ്രധാനമായും ഇപ്പോൾ പൊത്തീഫറിൻ്റെ വീട്ടിലായാലും കാരാഗൃഹത്തിലായാലും എവിടെയും തനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളായിരുന്നു, കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, ഒരു ഗൃഹവിചാരകനെ പോലെ, സ്റ്റ്യൂവാർഡിനെ പോലെ മാനേജ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ നോക്കുക. അതായിരുന്നു പ്രധാനമായും ദാനിയേലിൻ്റെ ജോലി. അതിൽ തൻ്റെ ഈ ശ്രേഷ്ഠത വെളിപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ആത്മാവിൽ അഥവാ തന്നിൽ അത് വെളിപ്പെട്ടു. കേൾക്കുന്നുണ്ടോ? അകത്തുണ്ടായിരുന്നതാണ് പുറത്തേക്ക് വന്നത്. നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യവും നമ്മുടെ അകത്തുള്ളതിൻ്റെ പ്രതിഫലനമാണെന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ ഇതിന് വിരോധമായ ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾ pursue excellence in performance while neglecting excellence in attitude, integrity, faithfulness and so on. അഥവാ പല ആളുകളും തങ്ങളുടെ പ്രകടന മികവിന് പ്രാധാന്യം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അകത്താണ് ആദ്യം ഉത്കൃഷ്ടത, എക്സലൻസ് കൊണ്ടുവരേണ്ടത്, എന്നിട്ടത് പുറത്തേക്ക് വരണം. യോസഫിൻ്റെ കാര്യത്തിൽ ഓൾറെഡി തൻ്റെ അകത്തതുണ്ടായിരുന്നു. അതെങ്ങനെ അറിയാം? തൻ്റെ ക്യാരക്ടറിലൊക്കെ സ്വന്തം സഹോദരന്മാർ തന്നെ വിറ്റ് കാശാക്കി. നമ്മൾ നാടൻ ഭാഷയിൽ അങ്ങനെ ഇത് ലിറ്ററലി വിറ്റ് കാശാക്കി. പക്ഷെ ഒരു സ്ഥലത്ത് പോലും റെക്കോർഡിൽ നമ്മൾ കാണുന്നില്ല, വചനത്തിൽ കാണുന്നില്ല, തന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളിൽ കാണുന്നില്ല താൻ എവിടെയെങ്കിലും പിറുപിറുക്കുകയോ താൻ എവിടെയെങ്കിലും ദൈവത്തെ തള്ളിപ്പറയുകയോ. ഇത്രയും വലിയ സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊരു തിരസ്കരണമോ വീട്ടിലുള്ള ആളുകൾ നമുക്കെതിരെയൊക്കെ പ്രവർത്തിക്കുകയോ ചെയ്ത് നമ്മൾ ഉടൻ തന്നെ ബിറ്ററായി, ഒഫൻഡഡായി, സ്വന്തം വീട്ടുകാർ എന്തെല്ലാം രീതിയിൽ നമ്മൾ പ്രതികരിക്കും. എന്നാൽ ഇതൊന്നുമില്ലാതെ താൻ സഹനങ്ങളിലൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോലും മുഷിച്ചിലില്ലാതെ അത് സഹിച്ച്, ഒരു ദിവസം എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എന്നെ ഉയർത്തും, എൻ്റെ കണ്ണുനീര് കാണും, ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ ജീവിച്ചു. അകത്തുള്ള ആ ശ്രേഷ്ഠത. മറ്റൊന്ന്, പൊത്തീഫറിൻ്റെ ഭാര്യ തന്നെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ ഒന്നും വീണുപോയില്ല. അതാണ് അകത്തുള്ള എക്സലൻസ് എന്ന് പറയുന്നത്. അതുണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ അഡ്മിനിസ്ട്രേഷനിലും താൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും സാധാരണ എല്ലാവരും ചെയ്യുന്നത് പുറത്ത് നല്ല സൂപ്പറാക്കാൻ ശ്രമിക്കും, പക്ഷെ പേഴ്സണൽ ലൈഫിൽ, കുടുംബത്തിൽ ഒക്കെ വളരെ പോക്കായിരിക്കും. സദൃശവാക്യം 4:23 നോക്കാമോ? എബവ് ഓൾ എൽസ് ഗാർഡ് യുവർ ഹാർട്ട്. എല്ലാറ്റിലും പുറമേ, എല്ലാറ്റിലുപരിയായി നിൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെയാണ് എല്ലാം ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നാം സംരക്ഷിക്കേണ്ടതും നാം പരിരക്ഷിക്കേണ്ടതും ക്വാളിറ്റി കൊണ്ടുവരേണ്ടതും ഹൃദയത്തിലാണ്. ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൽ ആ ശ്രേഷ്ഠത കൊണ്ടുവരാൻ നീ സഹായിക്കണമേ. മത്തായിയുടെ സുവിശേഷം 5:16, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. നിങ്ങളുടെ പ്രകാശം എല്ലാവരുടെയും മുമ്പിൽ, നിങ്ങളുടെ വെളിച്ചം എല്ലാവർക്കും പ്രകാശിക്കട്ടെ. ഫിലിപ്പ് ലേഖനം 2:15, ഷൈൻ എമംഗ് ദം ലൈക്ക് സ്റ്റാർസ് ഇൻ ദ സ്കൈ. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ നടുവിൽ നിങ്ങൾ പ്രകാശിക്കണം. എല്ലാവരും ഇങ്ങനെ ഒന്ന് കാണിക്കാമോ? ഇതെന്താണിത്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി അവരുടെ ഇടയിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു. സ്റ്റാർസ് ഇൻ ദ സ്കൈ എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളൊക്കെ എത്ര ഉയരത്തിലാണ്. ഇവിടെ കിടന്നൊരു നക്ഷത്രത്തെ ചീത്ത വിളിക്കുകയോ നക്ഷത്രത്തിനെതിരെ എഴുതുകയോ നക്ഷത്രത്തെ വെടിവെക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? അത് അവിടെ ഉയരത്തിൽ നിന്ന് തിളങ്ങിക്കൊണ്ടിരിക്കും. ഇതുപോലെ അവരുടെ ഇടയിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അഥവാ ഈ പെർവേഴ്സ്ഡ് ജനറേഷൻ, ഈ വിക്കറ്റ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ്റെ നടുവിൽ വേണം കത്തിക്കൊണ്ടിരിക്കാൻ. അവരെ കണ്ട് നമ്മൾ മോശമാകരുത്. ഞാനൊരു പ്രിൻസിപ്പിൾ പറഞ്ഞോട്ടെ. ദ ക്വാളിറ്റി ഓഫ് യുവർ ഇന്നർ ലൈഫ്
ഇവൻച്വലി ഡിറ്റർമിൻസ് ദ ക്വാളിറ്റി ഓഫ് യുവർ ഔട്ടർ ലൈഫ്. ആത്യന്തികമായി പറയുവാണെങ്കിൽ നിങ്ങളുടെ അകത്തെ ലൈഫ്, ആന്തരിക ജീവിതത്തിൻ്റെ ഗുണമേന്മയാണ് ബാഹ്യ ജീവിതത്തിൻ്റെ ഗുണമേന്മയെ നിശ്ചയിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? അകത്ത് എത്രത്തോളം അകത്ത് ക്വാളിറ്റി ഉണ്ട്, ഗുണമേന്മയുണ്ട്, അതാണ് ആത്യന്തികമായി പുറത്ത് ബാഹ്യമായ കാര്യങ്ങളിൽ ഒരു വലിയ ക്വാളിറ്റിയായി വെളിപ്പെടാൻ പോകുന്നത്. നമ്പർ 2, എക്സലൻസ് ഈസ് ഡൂയിങ് ഓർഡിനറി തിങ്സ് എക്സ്ട്രാ ഓർഡിനറിലി വെൽ. സാധാരണ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ നന്നായി ചെയ്യുന്നതിനെയാണ് എക്സലൻസ് എന്ന് പറയുന്നത്. ഉത്കൃഷ്ടത അല്ലെങ്കിൽ മികവ് അഥവാ ശ്രേഷ്ഠത എന്ന് പറയുന്നത് സാധാരണ കാര്യങ്ങൾ സാധാരണമാവിധം നല്ല രീതിയിൽ ചെയ്യുക. ഇപ്പം ദാനിയലിൻ്റെ പുസ്തകം വായിക്കുവാണെങ്കിൽ ദാനിയേലും, പ്രത്യേകിച്ച് ദാനിയേൽ, പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സുണ്ട്. ആരൊക്കെയാണ്? ഷദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ, കുറച്ച് ബോയ്സുണ്ട്. ഇവരൊക്കെ നല്ല കൂട്ടുകാരാണ്. പക്ഷെ ഇവരെ കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് കുറേ ചെറുപ്പക്കാർ കൂട്ടം കൂടിയാൽ പ്രാങ്ക്സും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടോ പാപപ്രവർത്തികളോ അശ്ലീലമോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഡ്രഗ്സിലേക്ക് പോവുക, ആവശ്യമില്ലാത്ത ടീസിങ്ങിന് പോവുക, ടീസിങ്ങിന് പോവുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെറുപ്പക്കാരുടെ കൂട്ടങ്ങൾ തിരിയാം. എന്നിട്ട് ഈ ചെറുപ്പക്കാരുടെ കൂട്ടം, പ്രത്യേകിച്ച് 4 പേര്, ഇവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ഭക്തരായി പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ പ്രവാസികളുടെ നാട്ടിൽ സാക്ഷ്യം കാത്ത ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടുകൂടെ നിന്ന ഒരു സംഘമാണ് ഈ എബ്രായ ബാലന്മാരുടെ കൂട്ടം. അവിടെ ഡാനിയൽ ഡിഡ് നോട്ട് ബിക്കം ഗ്രേറ്റ് ത്രൂ വൺ ഡ്രമാറ്റിക് അച്ചീവ്മെൻറ്റ്. നാടകീയമായ ഒരു സംഭവത്തോടുകൂടെ പെട്ടെന്നങ്ങ് താൻ മഹാനായി മാറിയതല്ല. ഹീ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഹിംസെൽഫ് ത്രൂ കൺസിസ്റ്റൻറ്റ് ഫെയ്ത്ത്ഫുൾനെസ്. എന്ന് വെച്ചാൽ വളരെ സ്ഥിരതയോടുകൂടെ പല കാര്യങ്ങളിലും വിശ്വസ്തമായി നിന്ന് കുറേശ്ശെയായി തൻ്റെ ജീവിതത്തെ താൻ പണിതെടുത്തു. അതിലൊരു എക്സാമ്പിൾ പറയാം. ഒരു സമയത്ത് ഈ രാജാവിനോടല്ലാതെ, രാജാവിൻ്റെ ബിംബത്തോടല്ലാതെ, അല്ലെങ്കിൽ രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 6-ാം അധ്യായത്തിൽ ഡാനിയൽ ചാപ്റ്റർ 6 എഴുതിയിരിക്കുന്നത്, താൻ പതിവായി ചെയ്തിരുന്നത് പോലെ 3 നേരം ദേവാലയത്തിന് നേരെ തൻ്റെ ജനൽ തുറന്നിട്ടുകൊണ്ട് താൻ പ്രാർത്ഥിച്ചു. യഹൂദന്മാരുടെ രീതി ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട്. അന്നത്തെ കാലത്ത് ഒരു ആവറേജ് യഹൂദൻ, ഒരു ശരാശരി യഹൂദൻ 3 നേരം പ്രാർത്ഥിക്കും, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അത് 1 മണിക്കൂർ വെച്ച്. അപ്പോൾ എത്രയായി? 3 മണിക്കൂർ പ്രാർത്ഥന. രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ. ഇങ്ങനെ ഒരു പ്രാർത്ഥനക്കാരനാണ് ഇവനെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. കാരണം ജനൽ തുറന്നിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായി കാണും. യഹൂദരല്ലേ, അവരുടെ രീതി. പക്ഷേ ആത്മാർത്ഥ ഹൃദയത്തോടു കൂടിയാണ് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയെ മുടക്കാനാണ് പിശാച് പദ്ധതിയിട്ടത്. രാജാവിനോട് പ്രാർത്ഥിക്കണം. എന്നാൽ അവിടെ അദ്ദേഹം ചെയ്ത പരിപാടി, ചെറുപ്പകാലം മുതൽ ദൈവത്തോട് ബന്ധം പുലർത്തിയ, പ്രാർത്ഥിച്ച ഈ ദാനിയേൽ പതിവായി ചെയ്തിരുന്നത് പോലെ തന്നെ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പതിവായി ചെയ്തിരുന്നത് പോലെ. അപ്പോൾ ഒറ്റയടിക്ക് നടന്നതല്ല. ഒരാൾ പെട്ടെന്നങ്ങ് പ്രസിദ്ധനാകുമ്പോൾ നമ്മൾ ഇയാൾ പെട്ടെന്ന് ഇന്നലെ വന്ന തകരാ, അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോൾ ഉണ്ടായ വെള്ളത്തിൽ കുമ്പള, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഒരാളെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ദൈവം കുറേ നാളുകളായി, ഒരുപക്ഷെ വർഷങ്ങളായി പരിശീലിപ്പിച്ച് റെഡിയാക്കി, ചെത്തി മിനുക്കി ശുദ്ധീകരിച്ചാണ് ഒരാളെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ദിനംതോറും താൻ എടുത്ത തീരുമാനങ്ങൾ, ഹി മെയിൻറ്റെയിൻഡ് എ ഹയർ സ്റ്റാൻഡേർഡ്, മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ഉയർന്ന നിലവാരമുള്ളതായിരുന്നു തൻ്റെ എല്ലാ പരിപാടികളും. പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ആഹാര രീതി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡയറ്റ്. ഇവരാരും
ഈ രാജകീയ ഭോജനങ്ങളാൽ തങ്ങളെ മലിനമാക്കിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റോയൽ ഫുഡ് കൊണ്ട് അവർ ചീത്തയാക്കിയില്ല. എന്താ എൻ്റെ അർത്ഥം? റോയൽ ഫുഡ് നല്ലതല്ലേ, നല്ല ക്വാളിറ്റി ഫുഡല്ലേ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അവിടെ വിളമ്പിയിരുന്ന ഭക്ഷണം വിഗ്രഹങ്ങൾക്കർപ്പിച്ച, അശുദ്ധാത്മാക്കൾക്കർപ്പിച്ച, ഹോമിച്ച ഭക്ഷണങ്ങളായിരുന്നു. അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ അവരുടെ ശരീരത്തിനകത്ത് പോകാതെ അവർ സൂക്ഷിച്ചു. ഇന്നും അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ബൈബിളിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പറഞ്ഞു കീറിപ്പോയത്, ഇതെല്ലാം ഒഴിവാക്കുക. അപ്പോസ്തലപ്രവൃത്തിയിൽ 15-ാം അധ്യായത്തിൽ ആദ്യത്തെ സൂനഹദോസ് നടക്കുമ്പോൾ അതിൻ്റെ കൺക്ലൂഷനായി അപ്പോസ്തലന്മാരും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനങ്ങൾ എഴുതി അവസാനം കൺക്ലൂഡ് ചെയ്തത് അങ്ങനെയാണ്. ഇതൊക്കെ ഒഴിവാക്കണം. ജാതികൾ പോലും. ഇതൊക്കെ യഹൂദനുള്ളതാണ്. പക്ഷേ ആ കാര്യത്തിൽ ജാതികളും ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനം 3:23 കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്നങ്ങ് വിചാരിച്ച് കർത്താവിനെന്നവണ്ണം അങ്ങ് ചെയ്യാൻ പറഞ്ഞു. എക്സലൻസ് ഈസ് റയർലി എ സിംഗിൾ ആക്ട്, ഇറ്റ് ഈസ് എ ഹാബിറ്റ്. ഉത്കൃഷ്ടത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര സംഭവമാക്കി മാറ്റുന്നതല്ല. അത് ഹാബിച്വലാണ്. അവരങ്ങനെ ചെയ്യും. ഓഫീസുകളിൽ, സ്കൂളുകളിൽ, എല്ലായിടത്തും ചെന്നൊന്ന് ചെക്ക് ചെയ്തു ഓരോരുത്തരും എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലരെ നോക്കിക്കോ, അവർ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ടീച്ചർ കോമ്പോസിഷൻ എഴുതിക്കൊണ്ടുവരാൻ പറയുന്നു, സ്കൂളിലെ കാര്യം പറയുന്നു, ടീച്ചർ എന്തെങ്കിലും കാണിക്കണ്ടേ, ഇങ്ങനെ എഴുതി. ചിലരങ്ങനെയല്ല, നല്ല വടിവൊത്ത അക്ഷരങ്ങൾ നന്നായി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് പഠിച്ച് എഴുതി എക്സലൻ്റായി കൊണ്ടുവന്ന് കൊടുക്കും. ഏത് കാര്യത്തിലും ഏറ്റവും ശ്രേഷ്ഠമായി ദ ബെസ്റ്റ് കൊണ്ടുവരാൻ അതൊരു ഹാബിറ്റാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്നതല്ല. ഞാൻ എല്ലാവർക്കും ആപ്ലിക്കബിളായിട്ട് പറയാം. വീട്ടമ്മമാരോട് പറയാം, നിങ്ങളുടെ കിച്ചൺ, നിങ്ങളുടെ കുക്കിംഗ്, നിങ്ങളുടെ ഗാർഡൻ, നിങ്ങളുടെ എല്ലാം എക്സലൻ്റ് ആണോ? എൻ്റെ അർത്ഥം ഈ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി, വിലപിടിച്ചത് വേണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതിലെല്ലാം ഒരു ഉത്കൃഷ്ടതയുണ്ടോ, ശ്രേഷ്ഠത, എല്ലാം വൃത്തിയായി ഭംഗിയായി, അങ്ങനെയാണോ? അതല്ല എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തല്ലിക്കൂട്ടി ഇതൊന്ന് ഒപ്പിച്ച് ഉരുട്ടി പോവുകയാണോ? നമ്പർ 3, എക്സലൻസ് മേക്സ് ഗോഡ്സ് പീപ്പിൾ സ്റ്റാൻഡ് ഔട്ട്. ദൈവജനത്തെ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കാൻ പ്രാപ്തരാക്കുന്നത് ഉത്കൃഷ്ടതയാണ്. ഇത് പറയാൻ കാരണം ദൈവത്തിൻ്റെ സ്വഭാവം എക്സലൻസ്. ദൈവം എന്ത് ചെയ്താൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും. ഈ സോളമനാണ് തോന്നുന്നു സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ സകലവും ഭംഗിയായി ചെയ്തു, നിത്യതയും അവൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. സോ ഹീ ഡിഡ് എവ്രിതിങ് ഇൻ ആൻ എക്സലൻറ്റ് വേ. ദൈവം എല്ലാം ഭംഗിയായിട്ട് മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് ഓരോ ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. അവിടെ ഞാൻ സാധാരണ പറയണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഗുഡെന്ന് പറയണം, തന്നെത്താൻ പറയണം, മറ്റുള്ളവർ പറയാതിരിക്കുകയറ്റെ. നല്ലൊരു ദോശ ഉണ്ടാക്കി ചൂട്ടും മറിച്ചങ്ങ് എടുത്ത് വെച്ചിട്ട് പറയണം ഗുഡ്. സാമ്പാർ ഇങ്ങ് ഇറക്കി വെച്ചിട്ട് പറയാം ഗുഡ്. കർത്താവ് എന്ത് പറയും? അദ്ദേഹത്തിൻ്റെ തിരുമുഖം പ്രകാശിക്കുമെന്ന് നോക്കി കുറേ നേരമായിട്ടും പറയും നല്ലതാണോ എന്ന് അങ്ങോട്ട് ചോദിക്കും. കൊള്ളാം എന്ന രീതിയിലായിരിക്കും അഭിപ്രായം. അത് നോക്കേണ്ടതേ, നമ്മൾ തന്നെ അങ്ങ് നല്ലതാണെന്ന് പറയും, നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞു നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്. ദൈവം ഓരോ ദിവസവും സൃഷ്ടിച്ച ശേഷം എന്ത് പറഞ്ഞു? നല്ലത്, 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 നല്ലത്. 6-ാം ദിവസം മാത്രം ഒരു കാര്യത്തെക്കുറിച്ച് നല്ലതല്ലെന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഇവനെ പെണ്ണ് കെട്ടിച്ചേ പറ്റൂ, ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, ബാക്കിയെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ദ വേൾഡ് നോട്ടീസസ് വെൻ ബിലീവേഴ്സ് കമ്പൈൻ കോമ്പറ്റൻസ്, ഇൻറ്റഗ്രിറ്റി, വിസ്ഡം, ഹ്യൂമിലിറ്റി. അതായത് ദൈവമക്കളായിട്ടുള്ളവർ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇപ്പോഴും പറയുകയാണ്, വിശ്വാസികൾ, ഇത് കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ബെസ്റ്റ് വർക്കേഴ്സ്, ബെസ്റ്റ് സ്റ്റാഫിനുള്ളൊരു അവാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കായിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലേ? എന്നോട് പറയണോ? ദൈവപൈതലാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ഫാക്ടറിയിൽ, നിങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിൽ, നിങ്ങളുടെ മാർക്കറ്റിംഗ് ഫേമിൽ
നിങ്ങൾ സ്കൂളിൽ നിങ്ങളെവിടെയാണോ അവിടെ ബെസ്റ്റ് സ്റ്റാഫിന് അല്ലെങ്കിൽ ബെസ്റ്റ് വർക്കറുടെ, ബെസ്റ്റ് എക്സിക്യൂട്ടീവിൻ്റെ, ബെസ്റ്റ് മാനേജറുടെ, നിങ്ങൾ എന്താണോ അതിൽ ബെസ്റ്റിനുള്ള അവാർഡ് നിങ്ങൾക്കായിരിക്കണം. ചിലപ്പോൾ അത് അർഹിച്ചിട്ടും കിട്ടാത്ത കേസുണ്ടായിരിക്കും. അവിടെ റിഗ്രറ്റ് ഒന്നും വേണ്ട, ചെയ്താൽ മതി. അംഗീകാരം കിട്ടിയാലും ഇല്ലെങ്കിലും എല്ലാവരുടെ അകത്തെങ്കിലും പറയണം, ഷീസ് ഗുഡ്, ഹീസ് ഗുഡ്, വാട്ട് മേക്സ് എ ഡിഫറൻറ്റ്. അപ്പോൾ അവർ തന്നെ ചിന്തിക്കണം, ഇവളെന്താ ഇങ്ങനെ. എല്ലാവരും ഇപ്പോൾ 5 മണിയാണ് വൈകിട്ട് പ്രവൃത്തി ദിനം തീരുന്ന സമയം, പ്രവൃത്തി സമയം തീരുന്നെന്നിരിക്കട്ടെ, 9 to 5 ആണെന്നിരിക്കട്ടെ, 5 മണി ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങ് തീർത്ത് ബാഗ് എടുത്തുകൊണ്ട് ഓടുന്ന പ്രതിഭാസമാണെങ്കിൽ നിങ്ങളവിടെ ഇരുന്ന് അത് ഫുൾ തീർത്ത് എല്ലാം ഒന്ന് നോക്കി, നിങ്ങളുടെ ഡ്യൂട്ടി ആണെങ്കിൽ ജനലും വാതിലെല്ലാം ഒന്ന് അടച്ച് സ്വിച്ച് ഓഫ് ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ. അങ്ങനെ ഒരു ദിവസം 2 ദിവസം പല വർഷങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങളുടെ എക്സലൻസ്, നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും കാണുന്നത്, ജ്ഞാനം, അപ്പോൾ തന്നെ താഴ്മ, എല്ലാവരോടുള്ള റെസ്പെക്റ്റ്, ഇതൊക്കെ മറ്റുള്ളവർ കാണുമ്പോഴാണ് ആ എക്സലൻസ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി മാറ്റുന്നത്. നിങ്ങളുടെ മാനേജർ, നിങ്ങളുടെ പ്രൊപ്പറേറ്റർ, നിങ്ങളുടെ മുതലാളി, നിങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റണം. യോസഫിൻ്റെ കാര്യത്തിൽ പറയുന്നത്, തൻ്റെ ഭാര്യ താൻ കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ വേറെ ഒന്നും പുള്ളി അറിഞ്ഞില്ല. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. യോസഫുണ്ടോ, ആ നോക്കിക്കോളൂ, ഞാൻ ഉറങ്ങും. സോ ഹി ബിക്കം സോ കെയർ ഫ്രീ. കാരണം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചിലവരൊക്കെ ജോലിക്കെടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ടാവോ. ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ചിലരുടെ ചെയ്തോ, ഇത് ചെയ്തോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. എങ്കിലും ചോദിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അവനെ ഇത്രയും നേരം ഭാഷ പറഞ്ഞതല്ല, അങ്ങനെ ചെയ്തേക്കാം എന്ന രീതിയിലുള്ള സ്റ്റാഫുണ്ട്. നമ്മൾ പറയുന്നതിന് മുമ്പേ കണ്ടറിഞ്ഞ് ചെയ്യുന്ന സ്റ്റാഫിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ലോകത്തെല്ലായിടത്തുള്ള പ്രതിഭാസമാണ്. സദൃശവാക്യങ്ങൾ 22-29 ഡു യു സീ സമ്മൺ സ്കിൽഡ് ഇൻ ദെയർ വർക്ക് ദേ വിൽ സ്റ്റാൻഡ് ബിഫോർ കിങ്സ്. പ്രവൃത്തിയിൽ വളരെ നൈപുണ്യമുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാർക്ക് ചെയ്ത് വെച്ചേക്ക്. അവർ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. എന്ന് വെച്ചാൽ വലിയ വലിയ ആളുടെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ എല്ലാ വർഷവും രാഷ്ട്രപതിയിൽ നിന്നും സമ്മാനം കിട്ടാറുണ്ടല്ലേ, പല ഫീൽഡുകളിലും പല ഇതിലൊക്കെ. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കുന്നവരുണ്ട്. കാരണം അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് ഉത്കൃഷ്ടതയോടുകൂടി ചെയ്തുകൊണ്ട് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടും. തീത്തോസിൻ്റെ ലേഖനം 2:7 സെറ്റ് ആൻ എക്സാമ്പിൾ ബൈ ഡൂയിങ് വാട്ട് ഈസ് ഗുഡ്. നല്ലത് ചെയ്ത് മറ്റുള്ളവർക്കൊരു ദൃഷ്ടാന്തമായി മാറാൻ 1 പത്രോസ് 2:12 live such good lives among the pagans. ജാതികളുടെ മുമ്പിൽ എത്രയും നല്ലൊരു ജീവിതം നിങ്ങൾ കഴിക്കുക, അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എക്സലൻസ് ഗിവ്സ് ക്രെഡിബിലിറ്റി ടു യുവർ വിറ്റ്നസ്. നിങ്ങളൊരു സാക്ഷ്യം പറയുമ്പോൾ, ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ, വചനം പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസനീയത കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഉത്കൃഷ്ടതയാണ്. അങ്ങനെ എക്സലൻസ് ക്രിയേറ്റ്സ് ഇൻഫ്ലുവൻസ്. അങ്ങനെ ഉത്കൃഷ്ടത സ്വാധീനത്തെ സൃഷ്ടിക്കുന്നു. നമ്പർ 4, the last one, excellence is stewardship of what God has given. ദൈവം നമുക്ക് തന്നിട്ടുള്ള മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗൃഹവിചാരകത്വമാണ് ഈ ഉത്കൃഷ്ടത എന്ന് പറയുന്നത്. എക്സലൻസ് ഈസ് നോട്ട് പെർഫെക്ഷനിസം. പക്ഷെ ഒരിക്കലും ചിന്തിക്കരുത്, ഒരാൾ ഈ പെർഫെക്ഷനിസം അറിയാമല്ലോ, എല്ലാം പെർഫെക്റ്റായിട്ട് സമ്പൂർണ്ണതയിൽ തികഞ്ഞ രീതിയിൽ എല്ലാം പെർഫെക്റ്റായിരിക്കണം എന്ന് ചിന്തിക്കുന്ന പെർഫെക്ഷനിസ്റ്റുകളുണ്ട്. അതല്ല എക്സലൻസ് എന്ന് പറയുന്നത്. പെർഫെക്ഷനിസം സീക്സ് പേഴ്സണൽ ഗ്ലോറി. ഈ പെർഫെക്ഷനിസം ഉള്ള ആളുകൾ അവരവരുടെ ഒരു ക്രെഡിറ്റിന് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനത്തെ ആളാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന രീതിയിലാണ്. എന്നാൽ എക്സലൻസ് സീക്സ് ഗോഡ്സ് ഗ്ലോറി. ഉത്കൃഷ്ടത തേടുന്നത് ദൈവമഹത്വമാണ്. എക്സലൻസ് ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെ, ഹൗ ക്യാൻ ഐ ഓണർ ഗോഡ് വിത്ത് വാട്ട് ഹി ഹാസ് എൻട്രസ്റ്റഡ് ടു മീ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് എങ്ങനെ എനിക്ക്
ദൈവത്തിന് മഹത്വം കൊണ്ടുവരാം. പെർഫെക്ഷനിസ്റ്റ് നീ ചെയ്യുന്നത് എന്താണ്? നല്ല സൂപ്പറായി ചെയ്ത് മറ്റുള്ളവരുടെ കയ്യടി എനിക്കെങ്ങനെ നേടാം? 1 Corinthians 10:31 വാട്ട് എവർ യു ഡു ഇറ്റ് ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. മത്തായി 25:21 വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വിളി. സോ ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഫ്ലോസ് ഫ്രം ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സ്റ്റുവർഷിപ്പ്. ഉത്കൃഷ്ടതയുടെ ആത്മാവ് എങ്ങനെയാണ് ഒഴുകി വരുന്നതെന്നറിയാമോ? ഒരു നന്ദി, ദൈവത്തോടുള്ളൊരു നന്ദിയും ദൈവത്തിൻ്റെ ഗൃഹവിചാരകത്വമൊക്കെ കൂടി ചേർന്ന് വരുമ്പോഴാണ് അങ്ങനെ ഒരു വേല ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ദിവസം തന്നെ ഇങ്ങനൊരു സന്ദേശം, ഇങ്ങനൊരു ദൂത് നീ ഞങ്ങൾക്ക് തന്നെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് വലിയൊരു വിടുതലും അനുഗ്രഹവുമായി മാറേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിൽ, കിച്ചണിൽ, അതുപോലെ ജോലിയിൽ, ശുശ്രൂഷയിൽ, ഏത് രംഗത്തും ഈ മാസം ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവർക്കും ഒരു ഉത്കൃഷ്ടതയിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക്, ഗുണമേന്മയിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി പിടിക്കുക കർത്താവെ. ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിലെല്ലാം എൻ്റെ കർത്താവെ വലിയ മാറ്റങ്ങൾ അങ്ങ് കൊടുത്ത്, സൗഖ്യം കൊടുത്ത്, രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗിഡിനെസ് ഉള്ള ആളുകൾ, തലയുറ്റുന്നത് പോലുള്ള ആളുകൾ, അത് പ്രധാനമായി ഇങ്ങനെ വേർട്ടിഗോ, ഇയർ ഇംബാലൻസ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ കരളിനെ സംബന്ധിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ എല്ലാവർക്കും അയക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് മോർണിംഗ് ഗ്ലോറിയിൽ കാണാം. പക്ഷെ നാളെ സൺഡേ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് യു ആർ സ്പെഷ്യലി ഇൻവൈറ്റഡ്, വരണം. ആൻഡ് ദൂരെ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഓൺലൈനിൽ സംബന്ധിക്കാം. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ മോർണിംഗ് ഗ്ലോറിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം, ലൈക്ക് കൊടുക്കണം. ഇതുവരെ ഒരുപക്ഷെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഐക്കണൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക. സോ ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈ.